PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും CSEB എക്സാമുകൾക്കും വേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിൽ നിന്നും നാലാമത്തെ മൊഡ്യൂളിലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, പേയ്മെൻറ്റ്സ് ബാങ്ക്സ് ഇവയൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. Financial inclusion. Financial inclusion is the availability of financial service to the poor people, not only in urban areas but also in the remote areas like villages far away from the city. അതായത് അർബൻ ഏരിയാസിൽ മാത്രമല്ല, വികസിതമല്ലാത്ത വില്ലേജസിൽ പാവപ്പെട്ടവരുടെ ഇടയിൽ കൂടി ഫിനാൻഷ്യൽ സർവീസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്ന ഗവൺമെൻറ്റിൻ്റെ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി RBI അഡോപ്റ്റ് ചെയ്ത രണ്ട് അപ്രോച്ചസ് ആണ് മിനിമലിസ്റ്റ് അപ്രോച്ചും എക്സ്പാൻഡഡ് അപ്രോച്ചും. മിനിമലിസ്റ്റ് അപ്രോച്ചിൽ അവൈലബിലിറ്റി ഓഫ് ബേസിക് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആണ്. അതായത് ബേസിക് ബാങ്കിങ് സർവീസസ്, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, മണി ലെൻഡ് ചെയ്യുന്നു തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മിനിമലിസ്റ്റ് അപ്രോച്ചസിൽ. എന്നാൽ എക്സ്പാൻഡഡ് അപ്രോച്ചസിൽ ആൻസിലറി ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള ജനറൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, ഹൗസിംഗ് ഫിനാൻസ് ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നതാണ്. RBI ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടപ്പിലാക്കുന്നത് രണ്ട് അപ്രോച്ചസിലൂടെയാണ്, മിനിമലിസ്റ്റ് അപ്രോച്ച് ആൻഡ് എക്സ്പാൻഡഡ് അപ്രോച്ച്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ ടു ഇംപ്രൂവ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഫിനാൻഷ്യൽ അവെയർനെസ്, ബാങ്കിങ് സർവീസിനെ കുറിച്ച് അറിവില്ലാത്തവരുടെ ഇടയിൽ ഫിനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവെയർനെസ് ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ ഡിജിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ്, മൊബൈൽ ബാങ്കിങ് എന്നിവ കൊണ്ടുവരിക. ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. സിമ്പിളായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. വുമൺസിന് ഫിനാൻഷ്യൽ അവെയർനെസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി RBI ഓർഗനൈസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് നോ ഫ്രിൽ അക്കൗണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയാണ് RBI നോ ഫ്രിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. നോ ഫ്രിൽ അക്കൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2005 നിലവിൽ വന്നതാണ്. ഇതാണ് പിന്നീട് BSBDA ആയി മാറിയത്. BSBDA അക്കൗണ്ട് എന്താണ്? സീറോ ബാലൻസ് അക്കൗണ്ടാണ്, മിനിമം ബാലൻസ് ആവശ്യമില്ല. അതുപോലെ സിംപ്ലിഫൈ ദ KYC റെഗുലേഷൻസ്. KYC നോ യുവർ കസ്റ്റമർ റെഗുലേഷൻസ് സിംപ്ലിഫൈ ചെയ്യുക. ബാങ്കിങ് സർവീസിനെ കുറിച്ച് കൂടുതൽ അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള KYC റെഗുലേഷൻ സിംപ്ലിഫൈ ചെയ്യുക. കൂടുതൽ ബാങ്ക് ബ്രാഞ്ചസ് വില്ലേജസിൽ ഓപ്പൺ ചെയ്യുക. ബാങ്കിങ് ടെക്നോളജി മേഖലയിൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുക. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്യുക. ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കൂടി ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അലൗ ചെയ്യുക. ഓവർ ഡ്രാഫ്റ്റ് നമുക്കറിയാം നോർമലി കറണ്ട് അക്കൗണ്ടിലാണ് കൊടുക്കുന്നത്. ഇംപ്രൂവ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ബാരിയേഴ്സിനെ ഓവർകം ചെയ്യുക. ഇതെല്ലാം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് RBI ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാംസ് ആണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ജനറൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ GCC. കിസാൻ ക്രെഡിറ്റ് കാർഡ് 1998 ഓഗസ്റ്റിൽ നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കർഷകരുടെ അഭിവൃദ്ധി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ്, ടൂൾസ്, മെഷീനറി, പമ്പ് സെറ്റ് ഒക്കെ വാങ്ങാൻ ഷോർട്ട് ടൈം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചാൽ സിംപ്ലിഫൈ ദ ക്രെഡിറ്റ് പ്രോസസ്, ദ മണി ക്യാൻ ബി യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ പർപ്പസസ്. Primary objective is to provide easily attainable short-term loans for farmers. RV Gupta Committee related with കിസാൻ ക്രെഡിറ്റ് കാർഡ്. RV ഗുപ്ത കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിസാൻ ക്രെഡിറ്റ് കാർഡിന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് RV ഗുപ്ത കമ്മിറ്റി. അടുത്തത് ബിസിനസ് കറസ്പോണ്ടൻസ് മുഖേനയുള്ള ICT ബേസ്ഡ് അക്കൗണ്ട്സ്, അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബേസ്ഡ് അക്കൗണ്ട്സ് ത്രൂ BCS മീൻസ് ബിസിനസ് കറസ്പോണ്ടൻസ്. ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അവർ വില്ലേജേഴ്സിനെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും ലോൺ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കുന്നു. ഇതിന്
ബാങ്ക് ഇവർക്ക് കമ്മീഷൻ കൊടുക്കും. അതായത് ബിസിനസ് കറസ്പോണ്ടൻറ്റ് ത്രൂ ഉള്ള ട്രാൻസാക്ഷൻസിന് ബാങ്ക് ഇവർക്ക് കമ്മീഷൻ കൊടുക്കുന്നു. ഈ ബിസിനസ് കറസ്പോണ്ടൻസിന് എക്സാമ്പിളാണ് NGOs, സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓർ സൊസൈറ്റീസ് ആക്ട് ഓഫ് സ്റ്റേറ്റ്സ്, റിട്ടയർഡ് ബാങ്ക് എംപ്ലോയീസ്, റിട്ടയർഡ് ഗവൺമെൻറ് എംപ്ലോയീസ്, എക്സ് സർവീസ്മെൻ, റിട്ടയർഡ് ടീച്ചേഴ്സ്, ഏജൻറ്റ്സ് ഓഫ് സ്മോൾ സേവിംഗ് സ്കീംസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് കമ്പനീസ്, ഇൻഡിവിജ്വൽസ് ഹു ഓൺ പെട്രോൾ പമ്പ്സ്, SHG, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, എനി ഇൻഡിവിജ്വൽ ഓപ്പറേറ്റിംഗ് കോമൺ സർവീസ് സെൻറ്റർ. ഇതെല്ലാം ബിസിനസ് കറസ്പോണ്ടൻസിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ATMs. ATM എന്താണ്? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഇതൊരു ഇലക്ട്രോണിക് മെഷീനാണ്. ATMൽ നിന്ന് നമുക്ക് ക്യാഷ് എടുക്കാം, ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാം, ബാങ്കിൽ പോയി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട. കൂടുതൽ ATMകൾ അനുവദിച്ചത് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായാണ്. ഇറ്റ് ഈസ് എ മെഷീൻ യൂസ്ഡ് ബൈ കസ്റ്റമേഴ്സ് ഇനേബിളിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സച്ച് ആസ് വിത്ഡ്രോവൽസ്, ഡെപ്പോസിറ്റ്സ്, transfer of funds, obtaining account information etc. at any time without the interaction of bank. ആദ്യമായി ATM ആരംഭിച്ചത് 1967 ഇന്ത്യയിൽ ആദ്യമായി ATM കൊണ്ടുവന്നത് HSBC ബാങ്കാണ്. അത് 1987. കേരളത്തിൽ ആദ്യമായി 1993 ഡിസംബറിൽ ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് തിരുവനന്തപുരത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പലതരത്തിലുള്ള ATMകളുണ്ട്. ബ്രൗൺ ലേബൽ ATM, വൈറ്റ് ലേബൽ ATM, ബയോമെട്രിക് ATM. ബ്രൗൺ ലേബൽ ATMs ആർ ഓൺഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ സർവീസ് പ്രൊവൈഡർ. ഇതിന് റെസ്പെക്റ്റീവ് ബാങ്കിൻ്റെ ലോഗോ ഉണ്ടായിരിക്കും. എന്നാൽ വൈറ്റ് ലേബൽ ATMs സെറ്റപ്പ് ചെയ്യുന്നത് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ നോൺ ബാങ്ക് എൻറ്റിറ്റീസ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ATM ആണ് വൈറ്റ് ലേബൽ ATM. ഇതിന് ഒരു ബാങ്കിൻ്റെയും ലോഗോ ഉണ്ടായിരിക്കില്ല. Tata Communications Payment Solutions Limited is the first company to get RBI's permission to open white label ATM. White label ATM ഓപ്പൺ ചെയ്യുന്നതിന് RBIയുടെ പെർമിഷൻ എടുത്ത ആദ്യത്തെ കമ്പനി ഏതാണ്? ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് പേയ്മെൻറ്റ് സൊല്യൂഷൻസ്. അടുത്തത് ബയോമെട്രിക് ATM. ഇത് റൂറൽ ഏരിയാസിൽ തീരെ സാക്ഷരത ഇല്ലാത്തവർക്ക് കൂടി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ATM ആണ് ബയോമെട്രിക് ATM. ഇതിന് പിൻ വെരിഫിക്കേഷനായിട്ട് കൊടുക്കുന്നത് ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ ഐ റെറ്റീന ഒക്കെയാണ്. ദീസ് ആർ യൂസ്ഡ് ഓൺ ദ ഫിംഗർ പ്രിൻറ്റ് ഓഫ് കാർഡ് ഹോൾഡർ ഓർ ഐ റെറ്റീന സ്കാൻ ആസ് എ പിൻ ഫോർ വെരിഫിക്കേഷൻ പർപ്പസ്. ദീസ് ATMs ആർ ഫോക്കസ്ഡ് ഇൻ റൂറൽ ഏരിയ വിത്ത് ലോ ലിറ്ററസി പോപ്പുലേറ്റഡ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായി വന്ന ഒരു ബാങ്ക് അക്കൗണ്ടാണ് PMJDY, പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇത് 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തു. It provides access to various financial services including remittance, insurance, pension, BSBDA in an affordable manner. 10 വയസ്സിന് മുകളിലുള്ള മൈനർക്കും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് പ്രൊവൈഡ്സ് റുപേ ഡെബിറ്റ് കാർഡ് ടു PMJDY അക്കൗണ്ട് ഹോൾഡർ. അക്കൗണ്ട് ഹോൾഡർക്ക് ഡെബിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മിനിമം ബാലൻസ് വേണ്ട. ഇറ്റ് പ്രൊവൈഡ്സ് കോർ ബാങ്കിങ് സിസ്റ്റം എലോങ് വിത്ത് മൊബൈൽ ബാങ്കിങ്. മൊബൈൽ ബാങ്കിങ്ങിൻ്റെ കൂടെ കോർ ബാങ്കിങ് സിസ്റ്റവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ലക്ഷം രൂപ വരെ ആക്സിഡൻ്റൽ കവറേജ് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി 5000 വരെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായി ഗവൺമെൻറ് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരവും ലൈസൻസ് എടുത്തിരിക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരവുമാണ്. 2013 ഇന്ത്യൻ കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ചാണ് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലൈസൻസ് കൊടുക്കുന്നത് BR ആക്ടിൻ്റെ എത്രാമത്തെ സെക്ഷനാണ്? സെക്ഷൻ 22. സെക്ഷൻ 22 പ്രകാരമാണ് ബാങ്കിങ് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ബേസിക് ബാങ്കിങ് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി ലെൻഡ് ചെയ്യുന്നതിൽ 75% ലോണും കൊടുക്കുന്നത് പ്രയോറിറ്റി സെക്ടറിനാണ്. അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതുപോലെ എക്സ്പോർട്ട്, ഇങ്ങനെയുള്ള പ്രയോറിറ്റി സെക്ടറിനാണ് 75% ലോണും കൊടുക്കുന്നത്. കൂടുതലായും ബാങ്കിങ് സർവീസ് ലഭ്യമാകാത്ത ഡിപ്രൈവ്ഡ് സെക്ഷൻസ്, സ്മോൾ ബിസിനസ് യൂണിറ്റ്, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, ഇങ്ങനെയുള്ള സെക്ഷൻസിനാണ് മോസ്റ്റ്ലി ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബാങ്കിൻ്റെ 25% ബ്രാഞ്ചസും ഉള്ളത് അൺബാങ്ക്ഡ് ഏരിയാസിലാണ്.
സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 200 കോടി. മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് 200 crore. ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇത് 2016 ഏപ്രിലിൽ ഫോം ചെയ്തതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ജിയോഗ്രഫിക്കൽ റെസ്ട്രിക്ഷൻ പറയുന്നില്ല. സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, മൈക്രോ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ CRRഉം SLRഉം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 15% ആയിരിക്കണം. സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ എലിജിബിൾ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻഡിവിജ്വൽസ് ഓർ പ്രൊഫഷണൽസ് വിത്ത് 10 years എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ബാങ്കിങ് ആൻഡ് ഫിനാൻസ് മേഖലയിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് ഈ ബാങ്ക് പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലാബ്, ലോക്കൽ ഏരിയ ബാങ്ക്സ്, ഇവയ്ക്കൊക്കെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ ഫോർമേഷന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് എക്സ്റ്റേണൽ അഡ്വൈസറി കമ്മിറ്റി അല്ലെങ്കിൽ ഉഷ തൊറാട്ട് കമ്മിറ്റി. സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ ഫോർമേഷന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി എക്സ്റ്റേണൽ അഡ്വൈസറി കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ഹെഡായിരുന്നു ഉഷ തൊറാട്ട്. ഉഷ തൊറാട്ട് RBIയുടെ മുൻ ഡെപ്യൂട്ടി ഗവർണറായിരുന്നു. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, ലോണ് കൊടുക്കുന്നു, ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്, സെൽ ഫോറക്സ് ടു കസ്റ്റമേഴ്സിന് ഫോറക്സ് സെല്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ്, പെൻഷൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. 2016 ഏപ്രിലിൽ ഫോം ചെയ്തു. കേരളത്തിലെ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് എസാഫ്. എസാഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. എസാഫ് മീൻസ് ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം. എസാഫിൻ്റെ ഫുൾ ഫോമാണ് ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം. ഇത് കേരളത്തിലെ സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തൃശ്ശൂരാണ്. ഫസ്റ്റ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള ഈസ് എസാഫ്. എസാഫ് ഫൗണ്ട് ചെയ്തത് 1992 ഇത് മൈക്രോ ക്രെഡിറ്റ് ലെൻഡിങ് സ്റ്റാർട്ട് ചെയ്തത് 1995. എസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കായി മാറിയത് 2017. 2017 മുഖ്യമന്ത്രി പിണറായി വിജയൻ എസാഫ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഹൃദയ ഡെപ്പോസിറ്റ് സ്കീം എസാഫ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്കീമാണ്. എസാഫ് മീൻസ് ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം, ഹെഡ് ക്വാർട്ടേഴ്സ് തൃശ്ശൂർ. ദിസ് ഈസ് ദ ഫസ്റ്റ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള. എസാഫ് വാസ് ഫൗണ്ടഡ് ഇൻ 1992, started its micro lending in 1995. Kerala's first small finance bank is ESAF. ESAF Small Finance Bank was started in 2017. ESAF Small Finance Bank was inaugurated by Pinarayi Vijayan. The scheme Hridaya Deposit was started by ESAF. ESAFിൻ്റെ ടാഗ്ലൈൻ ആണ് ജോയ് ഓഫ് ബാങ്കിങ്. ESAFിൻ്റെ ടാഗ്ലൈൻ ജോയ് ഓഫ് ബാങ്കിങ്. അടുത്തത് പേയ്മെൻറ്റ് ബാങ്ക്സ്. ബാങ്കിങ് ഫെസിലിറ്റീസ് അവൈലബിൾ അല്ലാത്ത പ്രദേശത്ത് റീസെൻ്റ്ലി ഫോം ചെയ്ത ബാങ്കുകളാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് ബാങ്കുകളെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് നച്കെറ്റ് മോർ കമ്മീഷൻ. The banks which came recently in the places where no banking facilities are available is called payment banks. The committee which recommended the starting of payment banks is Nachket More Commission. പേയ്മെൻറ്റ് ബാങ്കുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരമാണ്. ലൈസൻസ് എടുത്തിരിക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. പേയ്മെൻറ്റ് ബാങ്കുകളുടെ മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 കോടിയാണ്. 500 കോടി കവർ ചെയ്താൽ ഇത് ലിസ്റ്റഡ് കാറ്റഗറിയിലേക്ക് മാറ്റപ്പെടും. മിനിമം ക്യാപിറ്റൽ 100 കോടി, 500 കോടി ക്രോസ് ആയാൽ ഇത് ലിസ്റ്റഡ് കാറ്റഗറിയിൽ ഉൾപ്പെടും. ആർക്കൊക്കെയാണ് പേയ്മെൻറ്റ് ബാങ്ക്സ് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നത്? ടെലികോം കമ്പനീസ്, NFBC, ബാങ്കിങ് കറസ്പോണ്ടൻറ്റ്, സൂപ്പർ മാർക്കറ്റ് ചെയിൻ, കോർപ്പറേറ്റ് ഹൗസസ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഇവയൊക്കെ പേയ്മെൻറ്റ് ബാങ്കുകളുടെ എലിജിബിൾ പ്രൊമോട്ടേഴ്സ് ആണ്. പേയ്മെൻറ്റ് ബാങ്കുകൾ മറ്റ് ബാങ്കുകളെ പോലെ തന്നെയാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്മോളർ സ്കെയിലാണ്, വിതൗട്ട് ഇൻവോൾവിങ് എനി ക്രെഡിറ്റ് റിസ്ക്. പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് ഒട്ടും തന്നെ ക്രെഡിറ്റ് റിസ്ക് ഇല്ല. കാരണം ഇത് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല.
ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്, എന്നാൽ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പേയ്മെൻറ്റ് ബാങ്ക്സ് കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 19th August 2015. മാക്സിമം എമൗണ്ട് ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ എ പേയ്മെൻറ്റ് ബാങ്ക് ഈസ് 2 lakh. പേയ്മെൻറ്റ് ബാങ്കുകൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്. മാക്സിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. പേയ്മെൻറ്റ് ബാങ്കുകളുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒന്നും പറയുന്നില്ല. നോ ജിയോഗ്രഫിക്കൽ റെസ്ട്രിക്ഷൻ. ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നില്ല. എന്നാൽ ATM, ഡെബിറ്റ് കാർഡ് എന്നിവ വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം. 75% ഡെപ്പോസിറ്റും ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 25% മറ്റ് ബാങ്കുകളിൽ, അതർ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് ബാങ്കുകളുടെയും 25% ബ്രാഞ്ചസ് വരുന്നത് അൺബാങ്ക്ഡ് ഏരിയാസിലാണ്. ഭാരതി എയർടെൽ ലോഞ്ച്ഡ് ഇന്ത്യാസ് ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് നെയ്മഡ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് ഇൻ March 2017. മാർച്ച് 2017 ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് വരുന്നത്. അത് ഭാരതി എയർടെൽ ആണ് ലോഞ്ച് ചെയ്തത്. ഇതാണ് ഇന്ത്യാസ് ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്. പേടിഎം, ജിയോ പേയ്മെൻറ്റ് ബാങ്ക് ഇതെല്ലാം പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓൺ 27th November 2014 RBI റിലീസ്ഡ് ദ ഫൈനൽ ഗൈഡ് ലൈൻസ് ഫോർ പേയ്മെൻറ്റ് ബാങ്ക്സ്. പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് RBI ഇഷ്യൂ ചെയ്തത് 2014 November 27 ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, എസാഫ്, പേയ്മെൻറ്റ് ബാങ്ക്സ് ഇതൊക്കെയാണ്. ഇതോടുകൂടി 4ാമത്തെ മൊഡ്യൂളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്